നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഭാരത സർക്കാർ നൽകുന്ന അന്താരാഷ്ട്ര അംഗീകാരമായ ഗാന്ധി സമാധാന സമ്മാനം അന്തരിച്ച ഒമാൻ മുൻ ഭരണാധികാരി സുൽത്താൻ ഖാബൂസിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷനായ സമിതിയാണ് 2019 പുരസ്കാര ജേതാക്കളെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. 1 കോടി രൂപയും ഫലകവുമാണ് സമ്മാനമായി നൽകുക. ഇന്ത്യക്കും ഒമാനുമിടയിൽ മികച്ച ബന്ധം കാത്തുസൂക്ഷിച്ച ഭരണാധികാരിയായിരുന്നു സുൽത്താൻ ഖാബൂസ് ബിൻ സൗദ്. ഇറാനും US-നുമിടയിൽ സമാധാന ശ്രമങ്ങൾക്ക് നേതൃത്വം വഹിച്ചതുൾപ്പെടെ സുൽത്താൻ ഖാബൂസിന്റെ സമാധാന ശ്രമങ്ങൾ ഏറെ ശ്രദ്ധേയമാണ്. ആദ്യമായാണ് മരണാനന്തര ആദരമായി 2 പേർക്ക് ഒരേ സമയം ഗാന്ധി പുരസ്കാരം സമ്മാനിക്കുന്നത്. അന്തരിച്ച സുൽത്താൻ ഖാബൂസ് ദാർശനികനായ നേതാവായിരുന്നുവെന്നും അന്താരാഷ്ട്ര പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ മിതത്വവും മധ്യസ്ഥതയും എന്ന ഇരട്ട നയം അദ്ദേഹത്തിന് ലോകമെമ്പാടും പ്രശംസയും ബഹുമാനവും നേടിക്കൊടുത്തുവെന്നും സാംസ്കാരിക മന്ത്രാലയത്തിന്റെ പ്രസ്താവനയിൽ പറയുകയുണ്ടായി. വിവിധ പ്രാദേശിക തർക്കങ്ങളിലും സംഘർഷങ്ങളിലും സമാധാന ശ്രമങ്ങളെ പിന്തുണയ്ക്കുന്നതിൽ അദ്ദേഹം വഹിച്ച പങ്കിനെ പറ്റിയും മന്ത്രാലയത്തിന്റെ പ്രസ്താവനയിൽ സൂചിപ്പിക്കുന്നു. സുൽത്താൻ ഖാബൂസിന്റെ നേതൃത്വത്തിൽ ഇന്ത്യയും ഒമാനും പരസ്പര പ്രയോജനകരവും സമഗ്രവുമായ പങ്കാളിത്തം ഊർജിതമാക്കിയത് പുതിയ മേഖലകളെ ശക്തിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടെന്നും സാംസ്കാരിക മന്ത്രാലയം സൂചിപ്പിക്കുകയുണ്ടായി. മഹാത്മാഗാന്ധിയുടെ സ്മരണാർത്ഥം 1995 അദ്ദേഹത്തിന്റെ 125ാം ജന്മശതാബ്ദി ദിനത്തിലാണ് ഗാന്ധി സമാധാന പുരസ്കാരം ആദ്യമായി സമ്മാനിച്ചത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.